2025 മെയ് മാസത്തിലും ജൂൺ മാസത്തിലുമായി 2 കപ്പൽ അപകടങ്ങളിലാണ് കേരളത്തിനോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലിൽ ഉണ്ടായിട്ടുള്ളത്. ഈ 2 കപ്പലിലും പലതരത്തിലുള്ള ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടായിരുന്നുവെന്നും ഇതെല്ലാം കടലിൽ എത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ സീ ഫുഡ് എത്രത്തോളം സേഫ് ആണെന്നുള്ളതാണ് അധികം ആൾക്കാർക്ക് പറയേണ്ടത്. സാധാരണ രീതിയിൽ നമ്മൾ മത്സ്യം വാങ്ങിക്കുന്ന സമയത്ത് ഇത് ഫ്രഷ് ആണോ, ഇവിടുന്ന് പിടിച്ചത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എല്ലാവരും നേരെ തിരിച്ചാണ്. ഇത് ഈ ആഴ്ച പിടിച്ചതാണോ, ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നതിന് മുമ്പേ പിടിച്ചതാണോ, ഇത് തമിഴ്നാട്ടിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും വരുന്ന മത്സ്യമാണോ അല്ലേ, ഇനി ഇവിടുത്തെ സീ ഫുഡ് തന്നെ കഴിക്കാൻ പറ്റുമെങ്കിൽ അത് എപ്പോഴാണ് സേഫ് ആയിട്ട് കഴിക്കാൻ സാധിക്കുക, ഇതൊക്കെയാണ് അധികം ആൾക്കാർക്ക് പറയേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഡോ ഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാം. മെയ് മാസത്തിൽ കൊച്ചി തീരത്തിനടുത്ത് ഒരു ഷിപ്പ് റെക്ക് ഉണ്ടായിരുന്നു. ഈ മുങ്ങിപ്പോയ കപ്പലിൽ പലതരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടായിരുന്നു. ഓയിൽ ഉണ്ടായിരുന്നു, കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസും ഇതിൻ്റെ കണ്ടെയ്നേഴ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് സംഭവിച്ചതിന് ശേഷം ഗവൺമെൻറ് 20 മൈൽ റേഡിയസിൽ ഫിഷിംഗ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജൂൺ ആദ്യത്തെ ആഴ്ചയിലാണ് കൊച്ചിക്ക് അടുത്തുള്ള ബീച്ചുകളിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക്സും കെമിക്കൽസും ഒക്കെ അടിഞ്ഞു തുടങ്ങിയത്. ഈ ഒരു അപകടം കാരണം എത്രത്തോളം പൊല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇത് മത്സ്യത്തിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സ്റ്റഡീസ് തുടങ്ങിയ സമയത്താണ് കണ്ണൂരിൽ നിന്നും 44 നോട്ടിക്കൽ മൈൽസ് ദൂരെ മറ്റൊരു കപ്പൽ 157 കണ്ടെയ്നർ ഉള്ളത് തീ പിടിച്ചത്. ഈ പറഞ്ഞ കണ്ടെയ്നേഴ്സിലും ഹസാർഡസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടായിരുന്നു. ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആസിഡ്സ് ഉണ്ടായിരുന്നു, ലെഡ് അടങ്ങിയിട്ടുള്ള ബാറ്ററി ഉണ്ടായിരുന്നു, ഗൺ പൗഡറും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ 2 സംഭവങ്ങൾ നടന്നു എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ ഇതിൽ നിന്നും എത്രത്തോളം കണ്ടാമിനേഷൻ ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് സയൻറ്റിഫിക് സ്റ്റഡീസ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കാനേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും കണ്ണൂരിലും കോഴിക്കോടും മാത്രമല്ല, കൊച്ചി വരെ നീളുന്ന തീരപ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള സ്റ്റഡീസ് തുടങ്ങിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആക്സിഡൻസ് എല്ലാം മത്സ്യങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളെ മനുഷ്യന്മാരെയും ബാധിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് സീ ഫുഡാണ്. ഇത് 1-2 ആഴ്ചകൾ കൊണ്ടോ മാസം കൊണ്ടോ മാറുന്ന പ്രശ്നങ്ങളൊന്നുമല്ല. പല വർഷങ്ങൾ ഇത്തരത്തിലുള്ള കണ്ടാമിനേഷൻ കാരണമുള്ള പ്രോബ്ലംസ് നീണ്ടു നിൽക്കാം. ഇത്തരത്തിലുള്ള സീ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ള കെമിക്കൽസ് ഉണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ആർസനിക്കും, ട്രൈക്ലോറോ ബെൻസീൻ ഉണ്ട്, ഹൈഡ്രോക്വിനോൺസ് ഉണ്ടാവാം. ഇത്തരത്തിലുള്ള കെമിക്കൽസൊക്കെ നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ DNA പോലും മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളതാണ്. മറ്റു തരത്തിലുള്ള കെമിക്കൽസ് ആവട്ടെ ന്യൂറോ ടോക്സിക് ആണ്. നമ്മളുടെ ബ്രെയിനും സ്പൈനൽ കോഡിലും നെർവ്സിലും ടോക്സിസിറ്റി ഉണ്ടാക്കാനും അത് കാരണം ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് പ്രധാനമായിട്ടും വളർന്നു വരുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മറ്റു ചില കെമിക്കൽസ് ആവട്ടെ എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ് ആണ്. നമ്മളുടെ ഹോർമോൺ സിസ്റ്റം അതിനെ ഡിഫക്റ്റീവ് ആക്കാനും അത് കൃത്യമായി പ്രവർത്തിക്കാതിരിക്കാനും ഇത് കാരണങ്ങളാവുന്നുണ്ട്. ഇങ്ങനെ നടക്കുന്ന കണ്ടാമിനേഷനിൽ പലതരത്തിലുള്ള ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഉദാഹരണമാണ് മെർക്കുറി, കാഡ്മിയം, ലെഡ് എല്ലാം. ഇത്തരത്തിലുള്ള ഹെവി മെറ്റൽസും കെമിക്കൽസും ഒക്കെ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൻ്റെ ബോഡീൻ്റെ അകത്തും ഉണ്ടാവും. ഇതെല്ലാം നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ കിഡ്നി ഡാമേജ് ഉണ്ടാക്കാം, ബ്രെയിൻ അടങ്ങിയിട്ടുള്ള നെർവസ് സിസ്റ്റത്തിനെയും തകരാറിലാക്കാം. മെർക്കുറി പോലത്തെ കോമ്പൗണ്ട്സ് നമ്മളുടെ മജ്ജയിലെത്തി ബ്ലഡ് പ്രൊഡക്ഷനെയും ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ടാക്കാനും കഴിവുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അധികം ആൾക്കാരും ചിന്തിക്കുന്നത് ഇത്തരത്തിലുള്ള കണ്ടാമിനേഷൻ വരാതിരിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ സേഫ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നും പിടിച്ചിട്ടുള്ള മത്സ്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. അതോറിറ്റീസ് പറയുന്നത് ഈ ആക്സിഡൻറ്റ്സ് നടന്നിട്ടുള്ളതിൻ്റെ 50 കിലോമീറ്റർ റേഡിയസിൽ നിന്നും പിടിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള സീ ഫുഡും 3 മാസത്തേക്കെങ്കിലും അവോയ്ഡ് ചെയ്യാനാണ്. പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സീ ഫുഡ് ഇവിടെ തന്നെയാണോ പിടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ടും അധികം ആൾക്കാർക്കും അറിയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സീ ഫുഡിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതരത്തിലുള്ള സീ ഫുഡ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളർത്തുന്ന ഫിഷിലേക്കോ മറ്റു തരത്തിലുള്ള മീറ്റ് പ്രോഡക്ട്സിലേക്കോ മാറുന്നതാണ് നല്ലത്. റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് സീ ഫുഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇനി ഫിഷ് വാങ്ങിച്ചു വീട്ടിലെത്തി വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിലും കണ്ടാമിനേഷൻ നടന്നിട്ടുള്ള സീ ഫുഡാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസും നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ഹെവി മെറ്റൽസ് ഒന്നും നമുക്ക് കുക്കിങ്ങിലൂടെ കളയാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ഫിഷിൻ്റെ സോഴ്സാണ് അടുത്തൊരു 3-4 മാസത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ കണ്ടാമിനേഷൻ കാരണം എത്രത്തോളം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്, ഇത് എത്ര കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് സമയത്തിനനുസരിച്ചും ചെയ്യുന്ന ടെസ്റ്റുകൾക്കനുസരിച്ചും മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് FSSAI, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻസ്, CMFRI, CIFT ഇത്തരത്തിലുള്ള അതോറിറ്റീസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അതോറിറ്റീസിൻ്റെ അപ്ഡേറ്റ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് 12ഓളം ആർട്ടിക്കിൾസ് വായിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലും ചാനലിലെ വീഡിയോസായിട്ടും ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് മിസ്സാവാതെ കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് 3 മാസത്തേക്ക്, ചിലപ്പോൾ 6 മാസം വരെയൊക്കെ ഇത്തരത്തിലുള്ള ടെസ്റ്റിൻ്റെ റിസൾട്ട്സൊക്കെ വരാൻ സമയമെടുത്തേക്കാം. അതുവരെ നിങ്ങളുടെ സീ ഫുഡിൻ്റെ സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സീ ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ടെസ്റ്റുകളിൽ ഇവർ ചെയ്യുന്നത് വാട്ടർ സാമ്പിൾസും ഫിഷിൻ്റെ ടിഷ്യൂ, സെഡിമെൻസിലൊക്കെ എത്രത്തോളം കണ്ടാമിനൻസ് അടങ്ങിയിട്ടുണ്ട്, ഇത് ഗ്ലോബൽ കണ്ടാമിനേഷൻ സ്റ്റാൻഡേർഡ്സിൻ്റെ ലെവലിൽ തന്നെയാണോ അതിലും കൂടുതലുണ്ടോ എന്നാണ് നോക്കാൻ ശ്രമിക്കുന്നത്. ഫിഷിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ പലതരത്തിലുള്ള വീഡിയോസ് മുമ്പേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം ഫിഷിലാണ് omega-3 ഫാറ്റി ആസിഡ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത്, ഫിഷ് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന സീ ഫുഡിൻ്റെ സോഴ്സ് എന്താണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഹൈ ക്വാളിറ്റി സീ ഫുഡ് കിട്ടുന്നത് എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.